ഹലോ ഗൈസ്, ഏവർക്കും ഗ്രീൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് പാലക്കാട് കോട്ടയിലാണ്. പാലക്കാട് ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന പാലക്കാട് കോട്ട ഇന്ത്യൻ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു ചരിത്ര സംരക്ഷിത സ്മാരകമാണ്. അതിൻ്റെ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൈസ്, പാലക്കാട് ടൗണിൽ സിവിൽ സ്റ്റേഷന് സമീപമാണ് പാലക്കാട് കോട്ട സ്ഥിതി ചെയ്യുന്നത്. പ്രവൃത്തി സമയങ്ങളിൽ ടിക്കറ്റ് എടുത്താൽ പൊതുജനങ്ങൾക്ക് ഈ കോട്ട വന്ന് കാണാനും മനസ്സിലാക്കാനുള്ള സൗകര്യമുണ്ട്. പ്രധാന പാതയിൽ നിന്നും നമ്മൾ അകത്തേക്ക് കയറി ചെന്നാൽ നമ്മൾ ആദ്യം എത്തിച്ചേരുന്ന ഇതിൻ്റെ വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കാണ്. ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വരെ ഇവിടെ സുഖമായിട്ട് പാർക്ക് ചെയ്യാം. എൻട്രൻസിൽ നിന്നും നമ്മൾ മുന്നോട്ട് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിച്ചേരുകയിൽ ടിക്കറ്റ് കൗണ്ടറിൽ 25 രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രവേശന പാസ് ലഭിക്കും. നിലവിൽ മുതിർന്ന ഒരാൾക്ക് 25 രൂപയാണ് പ്രവേശന ടിക്കറ്റ്. പ്രവേശന ടിക്കറ്റ് വാങ്ങിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയൊരു ചെക്ക് പോസ്റ്റ് പോലൊരു സംവിധാനമുണ്ട്. അതും കടന്ന് നമ്മൾ മുന്നോട്ട് പോകും. മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം കടന്നത് കോട്ടയുടെ മനോഹരമായ ഒരു വ്യൂ ആണ്. ഈ കോട്ടയുടെ 4 ചുറ്റും കിടങ്ങുകളുണ്ട്. കിടങ്ങിലാണെങ്കിൽ നിറയെ വെള്ളവുമുണ്ട്. ഈ വെള്ളത്തിൽ മീനുകളും നിറയെ ആമകളുമുണ്ട്. കിടങ്ങിന് ഓരത്തായി സംരക്ഷണത്തിനായിട്ട് നല്ല കൈവരിയുണ്ട്. ആ കൈവരിയുടെ സൈഡിൽ കൂടെ നമുക്ക് പോവാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ നല്ല മനോഹരമായൊരു വ്യൂ കണ്ടുകൊണ്ടാണ് പോകുന്നത്. 1766 മൈസൂർ രാജാവായിരുന്ന ഹൈദരാലിയാണ് ഈ കോട്ട നിർമ്മിച്ചത്. ഇവിടെ ഉണ്ടായിരുന്ന പഴയൊരു കോട്ട പുതുക്കി പണിയുകയായിരുന്നു എന്നും അഭിപ്രായമുണ്ട്. നമ്മളിപ്പോൾ കോട്ടയുടെ പ്രവേശന കവാടത്തിലേക്ക് എത്തുകയായി. ഇപ്പോൾ നമുക്ക് കോട്ടയിലേക്ക് കിടക്കുന്ന വഴി സംബന്ധിച്ച് ബോർഡ് കാണാം. ഓക്കെ, നമ്മളിത് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ നമ്മൾ കിടങ്ങിന് മുകളിൽ കൂടെയുള്ളൊരു പാലത്തിന്മേലാണ്. ഈ പാലം മറികടന്നാലാണ് നമ്മൾ ഈ കോട്ടയിലേക്ക് എത്തുക. പണ്ട് കാലത്തൊക്കെയാണ് യുദ്ധം വരുമ്പോൾ ശത്രുക്കൾക്ക് പെട്ടെന്ന് എത്തിച്ചേരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കിടങ്ങും അതിന് കുറുകെ പാലമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഈ കിടങ്ങിൽ നിറയെ മീനുകളൊക്കെ ഉണ്ട്. നമ്മൾ വരുമ്പോൾ ആളുകൾ മീനുകൾക്ക് തീറ്റ കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ പാലക്കാട് കോട്ട സംരക്ഷിക്കുന്നത് ഇന്ത്യൻ പുരാവസ്തു വകുപ്പാണ്, അതായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ നന്നായി സംരക്ഷിക്കപ്പെടുന്ന കോട്ടകളിൽ ഒന്നാണിത്. 1861 അലക്സാണ്ടർ കണ്ണിംഗ്ഹാമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ രൂപീകരിച്ചത്. ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് കോട്ടയെ സംബന്ധിച്ചുള്ള വിവരങ്ങളും മുന്നറിയിപ്പൊക്കെ ചേർത്തിട്ടുള്ള ബോർഡുകളാണ്. സർ വില്യം ജോൺസിൻ്റെ ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ തുടർച്ചയായിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. 1784 ജനുവരി 15 സ്ഥാപിക്കപ്പെട്ട ഏഷ്യാറ്റിക് സൊസൈറ്റി 1814 ബംഗാളിൽ ആദ്യ മ്യൂസിയം സ്ഥാപിച്ചു. ഇപ്പോൾ നമ്മൾ പാലം കടന്ന് കോട്ടയ്ക്കുള്ളിലേക്ക് കയറാൻ പോവുകയാണ്. കോട്ടയ്ക്കുള്ളിൽ കയറുമ്പോൾ നമുക്ക് കാണാം ചുറ്റും നല്ല കരിങ്കല്ല് കൊണ്ടാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. നിലം നിർമ്മിച്ചിരിക്കുന്ന പോലും, അതായത് നിലത്ത് പാകിരിക്കുന്ന പോലും നല്ല വൃത്തിയിൽ ചെത്തിയെടുത്ത കരിങ്കല്ലാണ്. സൈഡിൽ നമുക്ക് കാണാം ഉഗ്രം കരിങ്കല്ല്, നല്ല വലുപ്പത്തിലുള്ള കരിങ്കല്ല് വെച്ചാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു നിർമ്മാണ ചാതുരി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം പണ്ടൊക്കെ എന്തുമാത്രം വികസിതമായിരുന്നു ഇന്ത്യയിലെ കെട്ടിട നിർമ്മാണ രീതി എന്നൊക്കെ. ഇപ്പം നമ്മൾ കോട്ടയ്ക്ക് അകത്തേക്ക് കടക്കാൻ പോവുകയാണ്. വലിയ വിശാലമാണ് ഇതിൻ്റെ പ്രവേശന കവാടം. മരം കൊണ്ട് നിർമ്മിച്ചാണ് വാതിൽ. അത് നല്ല ഹൈറ്റ്, നല്ല വീതിയൊക്കെയുള്ള വാതിൽ. നമ്മളിതാ ഉള്ളിലേക്ക് കടക്കുന്നു. ഇവിടെ നോക്കിയാൽ അറിയാം ഈ മരത്തിൻ്റെ വാതിലിൻ്റെ ഒരു ഭംഗി വളരെ നന്നായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ കരിങ്കല്ല് കൊണ്ട് തന്നെയാണ് അതിൻ്റെ കെട്ടൊക്കെ. ഇപ്പോൾ താഴെ ഭാഗത്ത് തൂണും കാണാം. തൂണും എല്ലാം കരിങ്കല്ല് കൊണ്ട് തന്നെയാണ്. വളരെ ഭംഗിയിൽ കൊത്തുപണിയൊക്കെ ചെയ്തിട്ടാണ് തൂണൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഗേറ്റ് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആദ്യമായിട്ടൊരു ക്ഷേത്രം കാണാം. ഈ ക്ഷേത്രം കാലങ്ങളായിട്ട് ഈ കോട്ടയ്ക്കകത്ത് സ്ഥിതി ചെയ്യുന്നതും നിരവധി വിശ്വാസികൾ വരുന്നതുമായ ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ടിക്കറ്റ് ഇവിടെ പരിശോധിക്കും. അവിടെ ടിക്കറ്റ് പരിശോധകൻ അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം നമുക്ക് തന്ന ടിക്കറ്റ് സ്കാനറൊക്കെ വെച്ച് പരിശോധിക്കും. ടിക്കറ്റ് പരിശോധിച്ചതിന് ശേഷമാണ് നമ്മൾ അകത്തേക്ക് കയറ്റി വിടുക. പാലക്കാട് കോട്ടയുടെ ചരിത്രത്തെപ്പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു പേരാണ് പാലക്കാട് അച്ഛൻ. പാലക്കാടിൻ്റെ ഭരണാധികാരിയായിരുന്ന പാലക്കാട് അച്ഛൻ സാമൂതിരിയുടെ ആക്രമണത്തെ ചെറുക്കാൻ വേണ്ടിയിട്ട് 1957 മൈസൂർ രാജാവായ ഹൈദർ അലിയുടെ സഹായം തേടി. എന്നാൽ പിന്നീട് ഹൈദർ അലി പാലക്കാടിൻ്റെ ഭരണം പിടിച്ചടക്കി. ഇപ്പോൾ നമ്മൾ കാണുന്നത് കോട്ടയ്ക്കകത്തെ പുരാതനമായ കെട്ടിടങ്ങളാണ്. ഈ കെട്ടിടങ്ങളിൽ സർക്കാർ ഓഫീസുകളൊക്കെ പ്രവർത്തിച്ചിരുന്നു.
ഇപ്പോഴും ചില സർക്കാർ ഓഫീസുകൾ കോട്ടയ്ക്കകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. മുൻപ് പാലക്കാട്ട് ജയിലും കോട്ടയ്ക്കകത്തായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് കോട്ടയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന പാലക്കാട് ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസാണ്. ആ കാണുന്ന കെട്ടിടത്തിലാണ് ലാൻഡ് ട്രിബ്യൂണലിലെ റെക്കോർഡുകൾ സൂക്ഷിക്കുന്നത്. കാലപ്പഴക്കത്താൽ കുറച്ചൊക്കെ മങ്ങലേറ്റുമെങ്കിലും ഈ കെട്ടിടത്തിൻ്റെ ഭംഗി എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ചുറ്റിലുമുള്ള പുൽത്തകടി. ഇവിടുത്തെ പുൽത്തകടിയും പൂന്തോട്ടവും ചെടികളൊക്കെ വളരെ ഭംഗിയായിട്ടാണ് പരിപാലിച്ചിട്ടുള്ളത്. കോട്ടയ്ക്കകത്ത് കാണുന്ന വളരെ പ്രത്യേകതയുള്ളൊരു കാഴ്ചയാണ് കിടക്കുന്ന പോലൊരു മരം. ഇത് വലിയൊരു മരമാണ്. ഇത് നേരെ നിൽക്കുകയല്ല, നമുക്ക് കിടക്കുന്ന പോലെ തന്നെയാണ് തോന്നുക. ബ്രിട്ടീഷുകാർ ആദ്യമായി ഈ കോട്ട പിടിച്ചടക്കിയത് 1768 കേണൽ വുഡ് ഹൈദരാലിയുടെ കോട്ടകൾ ആക്രമിച്ചപ്പോഴാണ്. എന്നാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഹൈദരാലി കോട്ട തിരിച്ചു പിടിച്ചു. 1783 കേണൽ ഫുള്ളർട്ടൺ 11 ദിവസം കോട്ട വളഞ്ഞു വെച്ച് പിടിച്ചടക്കി. എന്നാൽ പിന്നീട് ഒരു വർഷത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ഈ കോട്ട ഉപേക്ഷിച്ചു പോയി. ഇപ്പം നമ്മൾ കാണുന്നത് കോട്ടയ്ക്കകത്തുള്ള മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു കിണറാണ്. ഈ കിണറിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പുകളും മനോഹരമായ കെട്ടുകളൊക്കെ ഉണ്ട്. ഈ കോട്ടയും പരിസരവും ഒക്കെ എത്ര ഭംഗിയിലും വൃത്തിയിലുമാണ് പരിചരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യം കണ്ടാൽ മനസ്സിലാവും. ഒരു കരടോ ചപ്പോ ചവറോ ഒന്നുമില്ല. പുൽത്തകടിയൊക്കെ ഭംഗിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. പൂച്ചെടികളുണ്ട്, നല്ല ഇരിപ്പിടങ്ങളുണ്ട്. അങ്ങനെ ഭംഗിയായിട്ട് തന്നെയാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. ഇത് നോക്കൂ, പുൽത്തകടിക്ക് നടുവിലുള്ള വലിയ തണൽ മരങ്ങൾ. ഇതൊക്കെ സഞ്ചാരികൾക്ക് വളരെയധികം സൗകര്യം തരുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ കോട്ടയുടെ കെട്ടിൻ്റെ മുകളിലേക്ക് പോവാണ്. ഇവിടെ 2-3 ഭാഗത്ത് ഇങ്ങനെ കയറാനുള്ള സ്റ്റെപ്പുകളുണ്ട്. ഇത് കയറി കഴിഞ്ഞാൽ മുകളിലെത്തി കഴിഞ്ഞാൽ നമുക്ക് കോട്ടയുടെ മുകളിൽ കൂടി നടക്കാം. മുകളിൽ കൂടെ നടന്ന് പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കാണാം. നമ്മളിപ്പോൾ കോട്ടയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇത് കൂടെ നമുക്കിങ്ങനെ സുഖമായിട്ട് വിശാലമായിട്ട് നടക്കാനുള്ള സ്പേസ് ഉണ്ട്. നമ്മളിപ്പോൾ കോട്ടയുടെ ഭാഗമായ കൊത്തളത്തിലേക്ക് കയറാൻ പോവാണ്. ഈ കൊത്തളം എന്ന് പറഞ്ഞാൽ കോട്ടയ്ക്ക് സൈഡിൽ നിന്നിട്ട് നിരീക്ഷിക്കാൻ പറ്റും. കോട്ടയുടെ 4 മൂലയിലും നടുക്കിലൊക്കെ ഇത്തരം കൊത്തളങ്ങളുണ്ട്. ഇത് റൗണ്ട് ആകൃതിയിലുള്ള ഒരു നിരീക്ഷണ കമാനോ അല്ലെങ്കിൽ നിരീക്ഷണ സ്ഥലം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പുറത്തേക്കുള്ള എല്ലാ കാഴ്ചയും കാണാൻ പറ്റും. ഇപ്പം നമ്മളിവിടെ നോക്കുമ്പോൾ കാണുന്നത് കോട്ടയ്ക്ക് ചുറ്റുള്ള കിടങ്ങിൻ്റെ ഭാഗമാണ്. പണ്ട് കാലത്താണെങ്കിൽ ഇവിടെ ഭടന്മാർ നിന്ന് കഴിഞ്ഞാൽ ശത്രുക്കൾ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ നിന്ന് നിരീക്ഷിച്ച് അറിയാൻ പറ്റും. കോട്ടയുടെ ഈ ഭാഗമൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് ചെങ്കല്ല് കൊണ്ടാണ്. കാലപ്പഴക്കം വന്നെങ്കിലും ഈ ചെങ്കല്ലിനും കേടൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് നല്ല കരുത്തുള്ള ചെങ്കല്ലൊക്കെ തന്നെയാണ്. നമ്മളിപ്പോൾ വീണ്ടും അടുത്തൊരു കൊത്തളത്തിലേക്ക് കയറാൻ പോവാണ്. ഈ കൊത്തളത്തിൽ കയറുന്ന ഇവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇതാ ഇവിടെയും അതുപോലെ തന്നെ നേരത്തെ കണ്ട പോലെ ഈ കോട്ടയുടെ പുറത്തേക്കുള്ള കിടങ്ങുകളും കാര്യങ്ങളൊക്കെ കാണാം. ആയിരത്തി 1783 കേണൽ ഫുള്ളർട്ടൺ കോട്ട പിടിച്ചെടുക്കുകയും പിന്നീട് ഒരു വർഷത്തിന് ശേഷം കോട്ട ഉപേക്ഷിച്ചു പോവുകയും ചെയ്തതിനു ശേഷം ഈ കോട്ട പിന്നീട് സാമൂതിരിയുടെ അധീനതയിലായി. അതിനുശേഷം 1790 കേണൽ സ്റ്റുവർട്ടിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചടക്കി. പിന്നീട് 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെ കോട്ട ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു. 19-ാം നൂറ്റാണ്ട് തുടക്കത്തിൽ കോട്ടയിൽ താലൂക്ക് ഓഫീസ് പ്രവർത്തിച്ചു തുടങ്ങി. പാലക്കാട് കോട്ടയുടെ സമീപത്താണ് വലിയ ഗ്രൗണ്ടായ കോട്ട മൈതാനുള്ളത്. ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ആനകൾക്കും കുതിരകൾക്കുള്ള ലയം ഇവിടെ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോട്ടയുടെ കൊത്തളത്തിലാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് താഴെ കാണാൻ പറ്റുന്നത് നമ്മൾ ആദ്യം കയറി വന്ന പാലമാണ്. പാലക്കാട് ചെന്നെത്തുന്ന ഏതൊരാളും കണ്ടിരിക്കേണ്ട പ്രാധാന്യമേറിയ ഒരു കാഴ്ചയാണ് പാലക്കാട് കോട്ട. നഗരമധ്യത്തിൽ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ എത്തിച്ചേരുമ്പോൾ കുറച്ച് നേരത്തേക്കെങ്കിലും നമ്മൾ മുൻകാലങ്ങളിലേക്ക് സഞ്ചരിക്കും. ഒരിക്കൽ കണ്ടാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാഴ്ചയായി മാറും പാലക്കാട് കോട്ട എന്നതും ഉറപ്പാണ്.